ഉൽപ്പത്തിയുടെ പുസ്തകം 31-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യാക്കോബ് ഒളിച്ചോടുന്നു. ലബാന്റെ മക്കൾ ഇങ്ങനെ പറയുന്നത് യാക്കോബ് കേട്ടു. നമ്മുടെ പിതാവിന്റെ സ്വത്തെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തി. നമ്മുടെ പിതാവിന്റെ മുതൽ കൊണ്ടാണ് അവൻ ഈ സ്വത്തൊക്കെ സമ്പാദിച്ചത്. ലബാന് തന്നോട് പണ്ടത്തെ പോലെ താല്പര്യമില്ലെന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്ന് യാക്കോബിന് മനസ്സിലായി. കർത്താവ് യാക്കോബിനോട് അരുളി ചെയ്തു, നിന്റെ പിതാക്കന്മാരുടെയും ചാർച്ചക്കാരുടെയും നാട്ടിലേക്ക് തിരിച്ചു പോവുക. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. യാക്കോബ് റാഹേലിനെയും ലയായെയും താൻ ആടുമേച്ചിരുന്ന വയലിലേക്ക് വിളിപ്പിച്ചു. അവൻ അവരോട് പറഞ്ഞു, മുമ്പത്തെ പോലെയല്ല നിങ്ങളുടെ പിതാവിന് എന്നോടുള്ള മനോഭാവം. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കഴിവ് മുഴുവനും ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ടും നിങ്ങളുടെ പിതാവ് എന്നെ ചതിക്കുകയും 10 തവണ എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. പക്ഷേ എന്നെ ദ്രോഹിക്കാൻ ദൈവം അവനെ അനുവദിച്ചില്ല. പുള്ളിയുള്ള ആടുകളായിരിക്കും നിന്റെ കൂലി എന്ന് അവൻ പറഞ്ഞാൽ എല്ലാ ആടുകളും പുള്ളിയുള്ളതിനെ പ്രസവിക്കും. അതുവരെയുള്ള ആടുകളായിരിക്കും നിനക്ക് കൂലി എന്ന് അവൻ പറഞ്ഞാൽ ആടുകളൊക്കെ വരെയുള്ളതിനെ അതല്ല വരെയുള്ള ആടുകളായിരിക്കും നിനക്ക് കൂലി എന്ന് പറഞ്ഞാൽ ആടുകളൊക്കെ വരെയുള്ളതിനെ പ്രസവിക്കും. അങ്ങനെ ദൈവം നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ ആടുകളെ അവനിൽ നിന്നെടുത്ത് എനിക്ക് തന്നിരിക്കുന്നു. ആടുകൾ ഇണചേരുന്ന കാലത്ത് എനിക്കുണ്ടായ സ്വപ്നത്തിൽ ഞാൻ തലയുയർത്തി നോക്കിയപ്പോൾ ഇണചേരുന്ന മുട്ടാടുകളൊക്കെ പൊട്ടും പുള്ളിയും വരയുമുള്ളവയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ യാക്കോബേ എന്ന് വിളിച്ചു. ഇതാ ഞാൻ എന്ന് വിളി കേട്ടു. ദൂതൻ പറഞ്ഞു, തലയുയർത്തി നോക്കുക. ഇണചേരുന്ന മുട്ടാടുകളെയെല്ലാം പൊട്ടും പുള്ളിയും വരയുമുള്ളവയാണ്. ലബൻ എന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. നീ കൽത്തൂണിന് അഭിഷേകം ചെയ്യുകയും വ്രതമെടുക്കുകയും ചെയ്ത സ്ഥലങ്ങളിലെ ബദാലിലെ ദൈവമാണ് ഞാൻ. എഴുന്നേറ്റ് ഇവിടം വിട്ട് നിന്റെ ചാർച്ചക്കാരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക. റാഹേലും ലയയും പറഞ്ഞു, നമ്മുടെ പിതാവിൻ്റെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഓഹരിയോ അവകാശവും ഉണ്ടോ? നമ്മളെ അന്യരായിട്ടല്ലേ അവൻ കരുതുന്നത്. നമ്മെ വിൽക്കുകയും കിട്ടിയ പണം തിന്നു നശിപ്പിക്കുകയുമല്ലേ ചെയ്തത്. നമ്മുടെ പിതാവിൽ നിന്ന് ദൈവം എടുത്തുമാറ്റിയ സ്വത്തെല്ലാം നമുക്കും നമ്മുടെ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. അതിനാൽ ദൈവം അങ്ങോട് കൽപ്പിച്ചത് ചെയ്യുക. യാക്കോബ് മക്കളെയും ഭാര്യമാരെയും ഒട്ടകപ്പുറത്ത് കയറ്റി അവർ കാലികളെയും മാടുകളെയും തെളിച്ചുകൊണ്ട് പാദാൻ ആരാമിൽ നിന്ന് സമ്പാദിച്ച സകല സ്വത്തുക്കളുമായി കാനാൻ ദേശത്ത് തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ലബാൻ ആടുകളുടെ രോമം വെട്ടാൻ പോയിരിക്കുകയായിരുന്നു. റാഹേൽ തൻ്റെ പിതാവിൻ്റെ കുലദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു. അരമനായ ലബാനെ യാക്കോബ് കബളിപ്പിച്ചു. സ്ഥലം വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവൻ അറിയിച്ചില്ല. തനിക്കുള്ളതെല്ലാം എടുത്തുകൊണ്ട് അവൻ സ്ഥലം വിട്ടത്. അവൻ നദി കടന്നു മലപ്രദേശമായ ഗിലിയാദിന് നേരെ തിരിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഈശോയെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്ന എല്ലാവരെയും, എല്ലാ ജടിക പാപങ്ങൾക്ക് അടിമയായിരിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന യേശുവെ, അവർക്കെല്ലാവർക്കും അതിൽ നിന്ന് വിടുതൽ ലഭിക്കുന്ന അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഈശോയെ, ആരും ഒരു സഹായത്തിനും ഇല്ലാതെ അനാഥരും വിധവകളുമായി കഴിയുന്ന അനേകായിരം മക്കളുണ്ട് ഈശോയെ. അവർക്കെല്ലാം സഹായത്തിന് ഈശോയെ അവിടുത്തെ കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമെന്നും അതുവഴി യേശുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവിനെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ഒളിച്ചുപോയ ലബാൻ പിന്തുടരുന്നു. യാക്കോബ് ഒളിച്ചുപോയ കാര്യം മൂന്നാം ദിവസമാണ് ലബാൻ അറിഞ്ഞത്. തന്റെ സഹോദരന്മാരെയും കൂട്ടി ലബാൻ 7 ദിവസം യാക്കോബിനെ പിന്തുടർന്ന് മലമ്പ്രദേശമായ ഗിലിയാദിൽ വെച്ച് അവന്റെ അടുക്കൽ എത്തിച്ചേർന്നു. എന്നാൽ ദൈവം രാത്രി ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അരമായനായ ലബാനോട് പറഞ്ഞു, നല്ലതോ ചീത്തയോ ആയ ഒരു വാക്കുപോലും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. യാക്കോബ് മലമ്പ്രദേശത്ത് കൂടാരം മടിച്ചിരിക്കെ ലബാൻ അവന്റെ മുൻപിൽ കടന്നു. തന്റെ ചാർച്ചക്കാരുമൊത്ത് ലബാനും ഗിലിയാദിലെ മലമ്പ്രദേശത്ത് കൂടാരം മടിച്ചു. ലബാൻ യാക്കോബിനോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? എന്നെ കമ്പിളിപ്പിച്ച് വാളാൽ നേടിയ തടവുകാരെ പോലെ എൻ്റെ പെൺമക്കളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട്? എന്നെ കമ്പിളിപ്പിച്ച് എന്നോട് പറയാതെ ഒളിച്ചോടിയത് എന്തിനാണ്? ഞാൻ ആഹ്ലാദത്തോടെ പാട്ടുപാടി കിന്നര വീണയും വായിച്ച് നിങ്ങളെ യാത്രയാക്കുമായിരുന്നല്ലോ. എനിക്ക് എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുന്നതിന് അവസരം തരാഞ്ഞത് എന്ത്? നീ ബുദ്ധിശൂന്യമായിട്ടാണ് പ്രവർത്തിച്ചത്. നിന്നെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയും, എന്നാൽ നല്ലതോ ചീത്തയോ ആയി യാതൊന്നും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു. പിതാവിൻ്റെ വീട്ടിലെത്താനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് നീ പോന്നതെങ്കിൽ എൻ്റെ കുലദേവന്മാരെ കട്ടെടുത്തത് എന്തിന്? യാക്കോബ് ലബാനോട് പറഞ്ഞു, അങ്ങയുടെ പുത്രിമാരെ അങ്ങ് ബലം പ്രയോഗിച്ച് എന്നിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അങ്ങയുടെ ദേവന്മാർ ആരുടെ കയ്യിൽ കാണുന്നുവോ അയാൾ മരിക്കട്ടെ. അങ്ങയുടേത് ഏതെങ്കിലും എൻ്റെ കൈവശമുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സാക്ഷി നിർത്തി തിരിച്ച് എടുത്തുകൊള്ളുക. റാഹേൽ ദേവന്മാരെ മോഷ്ടിച്ച വിവരം യാക്കോബ് അറിഞ്ഞിരുന്നില്ല. ലബാൻ യാക്കോബിന്റെയും ലയയുടെയും 2 പരിചാരകരുടെയും കൂടാരങ്ങൾ പരിശോധിച്ചു. അവ അവിടെയൊന്നും കണ്ടില്ല. ലയയുടെ കൂടാരത്തിൽ നിന്നും പുറത്തു കടന്ന് അവൻ റാഹേലിന്റെ കൂടാരത്തിൽ ചെന്നു. റാഹേൽ വിഗ്രഹങ്ങളെടുത്ത് ഒരു ഒട്ടകം ഭാണ്ഡത്തിൽ ഒളിപ്പിച്ച് അതിൻ്റെ മേൽ കയറിയിരുന്നു. കൂടാരത്തിലെല്ലാം തിരഞ്ഞിട്ടും അവൻ ഒന്നും കണ്ടെത്തിയില്ല. റാഹേൽ പിതാവിനോട് പറഞ്ഞു, അങ്ങയുടെ മുമ്പിൽ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തതിനാൽ അങ്ങ് കോപിക്കരുത്. എനിക്കിപ്പോൾ മാസം മുറയാണ്. അവൻ തിരിഞ്ഞെങ്കിലും വിഗ്രഹങ്ങൾ കണ്ടെത്തിയില്ല. അപ്പോൾ രോഷാകുലനായ യാക്കോബ് ലബാനോട് കയർത്തു. അവൻ ചോദിച്ചു, എൻ്റെ പേരിലുള്ള കുറ്റം എന്താണ്? ഇത്ര ആവേശത്തോടെ എൻ്റെ പിന്നാലെ പാഞ്ഞു വരാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എൻ്റെ സാധനങ്ങളൊക്കെ പരിശോധിച്ചില്ലേ? അങ്ങയുടെ വീട്ടുവകകളിൽ എന്താണ് അതിൽ കണ്ടെത്തിയത്? അങ്ങയുടെയും എൻ്റെയും സഹോദരങ്ങളുടെ മുൻപിൽ അവയൊക്കെ നിരത്തിവെക്കുക. അവർ വിധി പറയട്ടെ. 20 കൊല്ലം ഞാൻ അങ്ങയുടെ കൂടെയായിരുന്നു. അങ്ങയുടെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ഗർഭഛിദ്രം സംഭവിച്ചിട്ടില്ല. അങ്ങയുടെ മുട്ടാടുകളെ ഞാൻ കൊന്നു തിന്നിട്ടില്ല. കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറിയവയെയും ഞാൻ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല. ആ നഷ്ടം ഞാൻ തന്നെ സഹിച്ചു. രാത്രിയിലോ പകലോ കളവോ പോയവയ്ക്കും അങ്ങ് എന്നിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയിരുന്നു. അതായിരുന്നു എൻ്റെ സ്ഥിതി. പകൽ ചൂടും രാത്രി തണുപ്പും എന്നെ കാർന്നു തിന്നു. ഉറക്കം എൻ്റെ കണ്ണുകളിൽ ഓടിയകുന്നു. 20 കൊല്ലം ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു. 11 കൊല്ലം അങ്ങയുടെ പെൺമക്കളും 11 കൊല്ലം അങ്ങയുടെ 2 പെൺമക്കൾക്കും വേണ്ടിയും 6 കൊല്ലം ആടുകൾക്ക് വേണ്ടിയും ഞാൻ വേല ചെയ്തു. 10 തവണ അങ്ങ് എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തി. എൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എൻ്റെ ഭാഗത്തില്ലായിരുന്നുവെങ്കിൽ അങ്ങ് എന്നെ വെറും കൈയോടെ പറഞ്ഞു വിടുമായിരുന്നു. എൻ്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു. അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി അവിടുന്ന് അങ്ങയെ ശകാരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആയിരുന്നവനുമായിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ കടബാധിതകളാൽ കഷ്ടപ്പെടുന്ന അനേകായിരം കുടുംബങ്ങളുണ്ട്. ഈശോയെ അവർക്കെല്ലാവർക്കും കടങ്ങൾ വീട്ടാനുള്ള മാർഗം ഒരുക്കി കൊടുക്കണമേ. ഞങ്ങളുടെ ഞങ്ങൾ താഴ്മ വീക്ഷിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മോദ, യേശു ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ മക്കളില്ലാതിരിക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട്. ഈശോയെ അവർക്കൊരു കുഞ്ഞിനെ നൽകി അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്നും അതുവഴി യേശുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം അവർക്ക് നൽകണമേ. ഞങ്ങളുടെ ഞങ്ങൾ താഴ്മ വീക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ എല്ലാ വിദ്യാർത്ഥികളെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശോയെ അവർക്കെല്ലാവർക്കും പഠിക്കാനുള്ള ബുദ്ധിയും വേഗം നൽകി അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്നും അതുവഴി യേശുനാമത്തിൽ നല്ല മക്കളായി വളരുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ ഞങ്ങൾ താഴ്മ വീക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. ലബാനുമായി ഉടമ്പടി. ലബാൻ യാക്കോബിനോട് പറഞ്ഞു, ഈ പെൺമക്കൾ എൻ്റെ പുത്രിമാരാണ്, ഈ കുട്ടികൾ എൻ്റെ കുട്ടികളും, ഈ ആട്ടിൻകൂട്ടവും എൻ്റെ തന്നെ, ഈ കാണുന്നതൊക്കെ എൻ്റേതാണ്. എൻ്റെ ഈ പെൺമക്കൾക്കും അവർക്കുണ്ടായ കുട്ടികൾക്കും വേണ്ടി എന്താണ് എനിക്കിനി ചെയ്യാൻ കഴിയുക? എനിക്ക് ഉടമ്പടി ഉണ്ടാക്കാം, എനിക്കും നിനക്ക് മതി, അതൊരു സാക്ഷ്യമായിരിക്കട്ടെ. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി കുത്തി നിർത്തി കല്ല് പെറുക്കി കൂട്ടുക. യാക്കോബ് തൻ്റെ ചാർച്ചക്കാരോട് പറഞ്ഞു. അവർ കല്ലെടുത്തൊരു കൂമ്പാരം കൂട്ടി. ആ കൂമ്പാരത്തിന്മേൽ ഇരുന്ന് അവർ ഭക്ഷണം കഴിച്ചു. ലബാൻ അതിനെ ഏഗാർ സഹോദാത്ത എന്ന് വിളിച്ചു. യാക്കോബ് അതിനെ ഗലേത്ത് എന്നും. ഈ കൽക്കൂമ്പാരം എനിക്കും നിനക്കും മധ്യേ ഒരു സാക്ഷ്യമായിരിക്കും എന്ന് ലബാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഗലേത്ത് എന്ന് അതിന് പേര് ലഭിച്ചത്. തൂണിന് മിസ്പ എന്ന് പേരിട്ടു. കാരണം ലബാൻ പറഞ്ഞു, നീ പരസ്പരം പിരിഞ്ഞിരിക്കുമ്പോൾ കർത്താവ് എനിക്കും നിനക്കും മധ്യ കാവലായിരിക്കട്ടെ. എൻ്റെ പുത്രന്മാരോട് നീ അപമര്യാദയായി പെരുമാറുകയോ എൻ്റെ പുത്രിമാർക്ക് പുറമെ നീ ഭാര്യമാരെ സ്വീകരിക്കുകയോ ചെയ്താൽ ആരും നമ്മുടെ കൂടെയില്ലെങ്കിലും ദൈവം നമുക്ക് മധ്യ സാക്ഷിയാണെന്ന് ഓർക്കുക. ലബാൻ യാക്കോബിനോട് പറഞ്ഞു, എനിക്കും നിനക്കും മധ്യേ ഞാൻ ഉയർത്തിയിരിക്കുന്ന ഈ തൂണും കൽക്കൂമ്പാരവും കാണുക. നിന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിന് അപ്പുറത്തേക്കും ഞാനും എന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിനും തൂണിനും ഇപ്പുറത്തേക്കും നീയും എന്നതിന് ഈ കൂമ്പാരവും തൂണും സാക്ഷിയായിരിക്കട്ടെ. അബ്രാഹത്തിൻ്റെയും നാഹോറിൻ്റെയും അവരുടെ പിതാവിൻ്റെയും ദൈവം നമുക്ക് മധ്യേ വിധിയാളനായിരിക്കട്ടെ. യാക്കോബും തൻ്റെ പിതാവായ ഇസ്ഹാക്ക് ഭയപ്പെട്ടിരുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു. മലമുകളിൽ യാക്കോബ് ബലിയർപ്പിക്കുകയും അപ്പം ഭക്ഷിക്കാൻ തൻ്റെ ചാർച്ചക്കാരെ ക്ഷണിക്കുകയും ചെയ്തു. അവർ അപ്പം ഭക്ഷിച്ച് രാത്രി മുഴുവൻ മലമുകളിൽ കഴിച്ചുകൂട്ടി. ലബാൻ അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ മക്കളുടെ മക്കളെയും ചുംബിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നല്ല ഈശോയെ പല തെറ്റായ രീതിയിൽ നടക്കുന്ന എല്ലാ യുവതിയോക്കന്മാരെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തീവ്രവാദങ്ങളിലും മറ്റുള്ള തെറ്റുകളിലും ആയി പലവിധ പ്രശ്നങ്ങളെല്ലാമായിട്ട് നടക്കുന്ന എല്ലാ യുവതിയുവാക്കളെയും ഈശോയിലേക്ക് സമർപ്പിക്കുന്നു. അവർക്കെല്ലാവർക്കും അതിൽ നിന്ന് തെറ്റുകൾ തിരുത്താനും നല്ല മക്കളായി വളരുവാനും യേശുനാമത്തിൽ ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ ഞങ്ങൾ താഴ്മ വീക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നല്ല ഈശോയെ ഞങ്ങളുടെ ഭരണാധികാരികളെയും എല്ലാ മേലുദ്യോഗസ്ഥരെയും നിയമപാലകരെയും ഈശോയെ അങ്ങനെയും ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശോയെ അവർക്കെല്ലാവർക്കും അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം
നല്ല രീതിയിൽ ജനങ്ങൾക്ക് അനുകൂലമായി ചെയ്യുന്നതിനുള്ള അനുഗ്രഹം അവർക്ക് നൽകണമേ എന്ന് കൂടി ഞങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ ഡോക്ടർമാരെയും സമർപ്പിക്കുന്ന യേശുവേ, അവരുടെ ജോലിയെല്ലാം നല്ല രീതിയിൽ തെറ്റുകളൊന്നും കൂടാതെ നല്ല രീതിയിൽ ചെയ്യുന്നുള്ള അവരെ ചെയ്യുന്നതിനുള്ള അനുഗ്രഹിക്കണമേ എന്ന് കൂടി ഞങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നല്ല ഈശോയെ, ഇന്ന് ദിവസം വാഹനം ഓടിക്കുന്ന എല്ലാ ഡ്രൈവർമാരെയും മറ്റെല്ലാവരെയും എല്ലാവിധ വാഹനം ഓടിക്കുന്നവരെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്ന യേശുവേ, അവർക്ക് അപകടങ്ങളൊന്നും കൂടാതെ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, പലവിധ പ്രശ്നങ്ങളാൽ ആത്മഹത്യവാക്കിയിരിക്കുന്ന അനേകായിരം മക്കളുണ്ട് ഈശോയെ. അവരുടെ മേൽ പരിസ്ഥാനമായ കൃപ നൽകി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗമായി കാണിച്ചു കൊടുക്കണമേ എന്നാണ് ഞങ്ങൾ താഴെ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. യാക്കോബ് തിരിച്ചു വരുന്നു. യാക്കോബ് യാത്ര തുടർന്നു. ദൈവത്തിന്റെ ദൂതന്മാർ വഴിക്ക് വെച്ച് അവനെ കണ്ടുമുട്ടി. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ സൈന്യമാണ്. ഈ സ്ഥലത്തിന് അവൻ മഹനായിം എന്ന് പേരിട്ടു. യാക്കോബ് ഏദൻ നാട്ടിൽ സീൻ ദേശത്ത് പാർത്തിരുന്ന സഹോദരനായ എസാവിന്റെ അടുത്തേക്ക് തനിക്ക് മുൻപേ ദൂതന്മാരെ അയച്ചു. അവൻ അവരെ ചുമതലപ്പെടുത്തി, എൻ്റെ യജമാനായ എസാവിനോട് നിങ്ങൾ ഇങ്ങനെ പറയണം, അങ്ങയുടെ ദാസനായ യാക്കോബ് പറയുന്നു, ഇതുവരെ ഞാൻ ലബാന്റെ കൂടെ പാർക്കുകയായിരുന്നു. എനിക്കും കാളകളും കഴുതുകളും ആടുകളും വേലക്കാരികളുമുണ്ട്. അങ്ങേക്ക് എന്നോട് ദയ തോന്നണം. അതിനാണ് ഞാൻ അങ്ങയുടെ അടുത്ത് ആളയച്ച് പറയുന്നത്. ദൂതന്മാർ തിരിച്ചു വന്ന് യാക്കോബിനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ സഹോദരനായ എസാവിന്റെ അടുക്കൽ ചെന്നു. അവൻ 400 ആളുകളുടെ അകമ്പടിയോടെ അങ്ങയെ കാണാൻ വരുന്നുണ്ട്. യാക്കോബ് വളരെയധികം ഭയപ്പെട്ട് അസ്വസ്ഥനായി. തൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകളെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയും എല്ലാം അവൻ 2 ഗണമായി തിരിച്ചു. എസാവ് വന്ന് ഒരു ഗണത്തെ നശിപ്പിക്കുന്ന പക്ഷം മറ്റേ ഗണത്തിന് ഓടി രക്ഷപ്പെടാമല്ലോ എന്നവൻ ചിന്തിച്ചു. അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമേ, നിന്റെ നാട്ടിലേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുത്തേക്കും തിരികെ പോവുക. ഞാൻ നിനക്ക് നന്മ ചെയ്യും എന്ന് അരുളിച്ചെയ്ത കർത്താവേ, അങ്ങ് ഈ ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല. കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ ജോർദാൻ കടന്നത്. ഇപ്പോഴിതാ ഞാൻ 2 ഗണമായി വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരനായ എസാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവൻ വന്ന് എന്നെയും കുഞ്ഞുങ്ങളെയും അമ്മമാരെയും നശിപ്പിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നിനക്ക് നന്മ ചെയ്തു നിന്റെ സന്തതികളെ കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണാനാമത്തെ വിധം വർദ്ധിപ്പിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് രാത്രി അവൻ അവിടെ താവളം അടിച്ചു. തൻ്റെ പക്കലോ ഉള്ളവയിൽ നിന്ന് അവൻ സഹോദരനായ എസാവിന് ഒരു സമ്മാനം ഒരുക്കി. 200 പെൺകോലാടും 20 ആൺകോലാടും 200 പെൺകോലാടും 20 മുട്ടാടും കറവയുള്ള 30 ഒട്ടകം, അവയുടെ കിടാക്കൾ 40 പശു, 10 കാള, 20 പെൺകഴുത, 10 ആൺകഴുത എന്നിവയെ അവൻ മാറ്റി നിർത്തി. ഈ ഓരോ കൂട്ടത്തെയും വേറെ വേറെ തൻ്റെ ഭൃത്യന്മാരെ ഏൽപ്പിച്ചിട്ട് യാക്കോബ് അവരോട് ചേർന്നു, എനിക്കും മുൻപേ പോവുക. ഒട്ടകങ്ങൾ തമ്മിൽ അല്പം അകലം ഉണ്ടായിരിക്കണം. ഏറ്റവും മുൻപേ പോയവനെ അവൻ ചുമതലപ്പെടുത്തി, എൻ്റെ സഹോദരൻ എസാവ് നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ആരുടെ ആളുകളാണ്, നിങ്ങൾ എവിടെ പോകുന്നു, ഇതൊക്കെ ആരുടേതാണ് എന്ന് ചോദിക്കും. നിങ്ങൾ ഇപ്രകാരം മറുപടി പറയണം, ഇവ അങ്ങയുടെ ദാസനായ യാക്കോബിൻ്റെതാണ്. യജമാനായ എസാവിനുള്ള ഉപഹാരമാണിത്. അവൻ ഞങ്ങളുടെ പിന്നാലെയുണ്ട്. രണ്ടാമനെയും മൂന്നാമനെയും കൂട്ടങ്ങളെ നടത്തിയിരുന്ന എല്ലാവരെയും അവൻ ഇത് തന്നെ പറഞ്ഞേൽപ്പിച്ചു.
എസാവിനെ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തന്നെ പറയണം, അങ്ങയുടെ ദാസനായ യാക്കോബ് തൊട്ടുപുറകെയുണ്ട് എന്ന് പറയണം. അവൻ ഇപ്രകാരം ചിന്തിച്ചു, ഞാൻ മുൻകൂട്ടി അയച്ചിരുന്ന സമ്മാനം കൊണ്ട് എനിക്ക് അവനെ പ്രീതിപ്പെടുത്താനാവും. അത് കഴിഞ്ഞ് ഞാൻ അവനെ നേരിൽ കാണും, അവൻ എന്നെ സ്വീകരിച്ചേക്കും. അതിനാൽ സമ്മാനം മുൻകൂട്ടി അയച്ചിട്ട് അവൻ അന്ന് രാത്രി കൂടാരത്തിൽ തങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ പലവിധ ബിസിനസ്സുകൾ ചെയ്തിട്ടും വിജയിക്കാതെ കടബാധ്യതകളായിരിക്കുന്ന അനേകായിരം മക്കളുണ്ട്. ഈശോയെ അവർക്കൊരു പുതുജീവിതം നൽകി അവർക്കൊരു പുതിയ ബിസിനസ്സിനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുത്ത് അവരെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് നമ്മളെ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ഈശോയെ പലവിധ പ്രശ്നങ്ങളാൽ കലഹിച്ച് കഴിയുന്ന ഡൈവോഴ്സിലുമായിരിക്കുന്ന അനേകായിരം കുടുംബങ്ങളുണ്ട്. ഈശോയെ അവരുടെ കുടുംബങ്ങളെ മാനസാന്തരപ്പെടുത്തി അവരുടെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മുടെ താഴ്മ വീക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരുന്നവനും വരാനിരിക്കുന്ന സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. യേശുവേ നന്ദി. നല്ല ഈശോയെ യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ഈശോയെ പലവിധ പ്രശ്നങ്ങളാൽ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന അനേകായിരം രോഗികളും മക്കളുമുണ്ട്, മാതാപിതാക്കന്മാരും എല്ലാം ഉണ്ട്. ഈശോയെ അവർക്കെല്ലാവർക്കും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഈശോയെ അവർക്കെല്ലാവർക്കും ഒരു ബലിയർപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമേ, ബലി പങ്കെടുക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമേ എന്ന് അങ്ങോട്ട് താഴ്വ വീക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ വൈദിക പട്ടം സ്വീകരിക്കാൻ ഒരുക്കിയിരിക്കുന്ന എല്ലാ വൈദിക വിദ്യാർത്ഥികളെയും സന്യാസിനി വിദ്യാർത്ഥികളെയും ഈശോയിലേക്ക് സമർപ്പിക്കുന്നു. അവർ പഠിക്കുമ്പോഴെല്ലാം അവർക്കുള്ള അവരങ്ങൾ കൂടാതെ അവർക്ക് വൈദിക പട്ടം സ്വീകരിക്കാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങനെ താഴ്വ വീക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരുന്നവനും വരാനിരിക്കുന്ന സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. യാക്കോബിന്റെ മീൻപിടുത്തം. ആ രാത്രി തന്നെ യാക്കോബ് തൻ്റെ 2 ഭാര്യമാരെയും മറ്റ് 2 പരിചാരകന്മാരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാക്കോബ് എന്ന കടവ് കടന്നു. അവരെ മുഴുവൻ പുഴയ്ക്കക്കരെ കടത്തിവിട്ടു. തൻ്റെ സമ്പാദ്യം മുഴുവൻ അക്കരയെത്തി. യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നത് വരെ അവനുമായി മൽപ്പിടുത്തം നടത്തി. കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടി. മൽപ്പിടുത്തത്തിനിടയിൽ യാക്കോബിൻ്റെ തുട അരക്കെട്ടിൽ നിന്ന് തെറ്റി. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിടുകയില്ല. അവൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? യാക്കോബ്. അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. യാക്കോബും അവനോട് പറഞ്ഞു, അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് എൻ്റെ പേര് അറിയുന്നത്? അവൻ ചോദിച്ചു. അവിടെ വെച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവെൽ എന്ന് പേരിട്ടു. അവൻ പെനുവെൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. ഉളുക്കു നിമിത്തം അവൻ ഞൊണ്ടുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ. അവിടുന്ന് യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടിയത് കൊണ്ട് തുടയും അരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നായു ഇസ്രായേൽക്കാർ ഇന്നും ഭക്ഷിക്കാറില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ
നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശോയെ അവരുടെ പ്രശ്നങ്ങളെല്ലാം ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്നു. അതിലെല്ലാം ഈശോയെ അവിടുത്തെ കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം ഈശോയെ അവിടുത്തെ കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ ഞങ്ങൾ താഴ്മ വീക്ഷിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിവാഹപ്രായത്തിനും വിവാഹം നടക്കാതിരിക്കുന്ന അനേകായിരം മക്കളുണ്ട്. ഈശോയെ അവർക്കൊരു അനുയോജ്യമായ വധുവരന്മാരെ നൽകി എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ ഞങ്ങൾ താഴ്മ വീക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ സഭയെയും സഭപിതാക്കന്മാരെയും എല്ലാ മാർപ്പാപ്പയും മെത്രാനിച്ചനെയും എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും എല്ലാ ആത്മാവിലെ എല്ലാ ധ്യാനഗുരുക്കന്മാരെയും ഈശോയെ ഞങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ അവർക്കെല്ലാവർക്കും അവർ ചെയ്യുന്ന കർമ്മങ്ങളും ഞങ്ങളെല്ലാം പ്രലോഭനങ്ങളും തെറ്റുകളൊന്നും കൂടാതെ ചെയ്യുന്നതിന് അവരെ ഇനിയും കൂടുതൽ പരിസ്ഥാനമാരുടെ കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആയിരുന്നവനുമായിരിക്കുന്ന വരാനിരിക്കുന്ന സശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, ആരാധന. എസാവിനെ കണ്ടുമുട്ടുന്നു. യാക്കോബ് കല ഉയർത്തി നോക്കിയപ്പോൾ എസാവ് 400 പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു. ഉടനെ യാക്കോബ് മക്കളെ വേർതിരിച്ച് ലയ്യായുടെയും റഹാലിൻ്റെയും 2 പരിചാരന്മാരുടെയും അടുക്കളയിൽ നിർത്തി. അവൻ പരിചാരന്മാരെയും അവരുടെ മക്കളെയും മുൻപിലും ലയ്യയും മക്കളെയും അതിന് പുറകിലും റഹാലിനെയും ജോസഫിനെയും ഏറ്റവും പുറകിലും നിർത്തി. അവൻ അവരുടെ മുൻപിൽ നടന്നു. സഹോദരൻ അടുത്തെത്തോളം 7 തവണ നിലം മുട്ടെത്താണ് വണങ്ങി. എസാവാകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇരുവരും കരഞ്ഞു. എസാവ് തലയുയർത്തി നോക്കിയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടു. അവൻ ചോദിച്ചു, നിന്റെ കൂടെ കാണുന്ന ഇവരൊക്കെ ആരാണ്? യാക്കോബ് മറുപടി പറഞ്ഞു, അങ്ങയുടെ ഈ ദാസന് ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന മക്കളാണ്. അപ്പോൾ പരിചാരകന്മാരും അവരുടെ മക്കളും അടുത്ത് ചെന്ന് എസാവിനെ വണങ്ങി. തുടർന്ന് ലയ്യയും അവളുടെ മക്കളും അതിനുശേഷം ജോസഫും രാഹേലും അടുത്ത് ചെന്ന് താണു വണങ്ങി. എസാവ് ചോദിച്ചു, ഞാൻ വഴിയിൽ കണ്ട പറ്റങ്ങൾ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചത്? യാക്കോബ് പറഞ്ഞു, എൻ്റെ യജമാനായ അങ്ങയുടെ പ്രീതി നേടുക. എസാവ് പറഞ്ഞു, സഹോദര, എനിക്ക് അതെല്ലാം വേണ്ടത്രയുണ്ട്. നിന്റേത് നീ തന്നെ എടുത്തുകൊള്ളുക. യാക്കോബ് അപേക്ഷിച്ചു, അങ്ങനെയല്ല, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനങ്ങൾ സ്വീകരിക്കുക. കാരണം ദൈവത്തിൻ്റെ മുഖം കണ്ടാലേ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. അത്രയ്ക്കും ദയോടാണ് അങ്ങ് എന്നെ സ്വീകരിച്ചത്. അങ്ങയുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ സമ്മാനങ്ങൾ ദയവായി സ്വീകരിക്കുക. എന്തെന്നാൽ ദൈവം എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു. എല്ലാം എനിക്ക് വേണ്ടത്ര ഉണ്ട്. അവർ നിർബന്ധിച്ചപ്പോൾ എസാവ് അത് സ്വീകരിച്ചു. എസാവ് പറഞ്ഞു, നമുക്ക് ഈ യാത്ര തുടരാം. ഞാൻ നിന്റെ മുൻപേ നടക്കാം. യാക്കോബ് പറഞ്ഞു, അങ്ങേക്കറിയാമല്ലോ, മക്കളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണ്. കറവയുള്ള ആടുമാടുകൾ എൻ്റെ കൂടെയുണ്ട്. ഒരു ദിവസത്തേക്കാണെങ്കിലും കൂടുതലായി ഓടിച്ചാൽ അവ ചത്തുപോകും. അതുകൊണ്ട് അങ്ങ് മുൻപേ പോയാലും കുഞ്ഞുങ്ങളുടെയും കന്നുകാലികളുടെയും നടപ്പിനൊത്ത് ഞാൻ പതുക്കെ വന്ന് സെയറിൽ അങ്ങയുടെ അടുത്തെത്തിക്കൊള്ളാം. എൻ്റെ ആൾക്കാർ കുറേ പേരെ ഞാൻ നിന്റെ കൂടെ നിർത്തട്ടെ? എസാവ് ചോദിച്ചു. യാക്കോബ് മറുപടി പറഞ്ഞു, എന്തിന്? എനിക്ക് അങ്ങയുടെ പ്രീതി മാത്രം മതി. അതുകൊണ്ട് എസാവ് അന്ന് തന്നെ സിറിയയിലേക്ക് തിരികെ പോയി. യാക്കോബ് ആവട്ടെ സുക്കോത്തിലേക്കും പോയി. അവിടെ വീട് പണിതു, കന്നുകാലികൾക്ക് കൂടുകളും കെട്ടി. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്ന പേരുണ്ടായത്. യാക്കോബ് പാദാൻ അരാമിൽ നിന്നുള്ള യാത്ര തുടർന്നു. കാനാൻ ദേശത്തുള്ള ഷെക്കേം പട്ടണത്തിൽ സുരക്ഷിതനായി താൻ എത്തിച്ചേർന്നു. അവിടെ നഗരത്തിന് അടുത്തു കൂടാരമടിച്ചു. യാക്കോബ് ഷെഖീമിന്റെ പിതാവായ ഹമാറിന്റെ മക്കളിൽ നിന്ന് താൻ കൂടാരമടിച്ച പറമ്പിന്റെ ഒരു ഭാഗം 100 നാണയത്തിന് വാങ്ങി. അവൻ അവിടെ ഒരു ബലിപീഠം പണിതു. അതിന് എൽഹായ് ഇസ്രായേൽ എന്ന് പേരിട്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ഈശോയുടെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഈശോയെ അവർ അറിഞ്ഞുമറിയാതെ ഒരുപാട് ചെറ്റുകൾ ഭൂമിയിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. ഈശോയെ അതിനോർത്ത് ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. യേശുവെ അവരുടെ തെറ്റുകളെല്ലാം പുറത്ത് ഈശോയെ അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഈശോയെ മന്ത്രവാദം കൂടോത്ര വിചാര പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന. യേശുവെ അവർക്കെല്ലാവർക്കും തെറ്റുകളെല്ലാം തിരുത്തി നല്ല മക്കളെ യേശുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം അവർക്ക് നൽകണമേ ഞങ്ങളുടെ താഴ്മ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ സത്യഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്ത് തമ്പുരാന്റെ അപേക്ഷകളമ്മേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും